മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് വലിയ പിഴവുകളാണ്. ഗുരുതര പിഴവുകളുടെ അടിസ്ഥാനത്തിൽ 3 ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. 3 ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ DGCA കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തുവരുന്നത്. വിമാന ജീവനക്കാരുടെ ഡ്യൂട്ടി ക്രമീകരണവുമായി ബന്ധപ്പെട്ടും ആവർത്തിച്ചുള്ള ഗുരുതരമായിട്ടുള്ള ലംഘനങ്ങൾ ഉണ്ട് എന്നാണ് ഈ ഒരു ഉത്തരവിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് വലിയൊരു അപകടത്തിലേക്ക് നയിക്കുന്നതെന്നും എയർ ഇന്ത്യക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. എയർ ഇന്ത്യയിലെ 3 ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇങ്ങനെ നടപടിയെടുത്തിരിക്കുന്നത്. അടിയന്തര നടപടിക്ക് ഈ 3 ഉന്നത ഉദ്യോഗസ്ഥരും വിധേയരായിരിക്കുകയാണ്. വ്യോമയാന റെഗുലേറ്ററായിട്ടുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എയർ ഇന്ത്യ സ്വമേധയാ വീഴ്ചകൾ വെളിപ്പെടുത്തിയതിനോടെയാണ് ഇങ്ങനെയൊരു DGCA കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. നിർബന്ധിത ലൈസൻസിംഗ്, വിശ്രമം, പ്രവർത്തന പരിചയം എന്നിവയൊക്കെ സംബന്ധിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെ തന്നെയാണ് എയർ ഇന്ത്യ വിമാന ജീവനക്കാരെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത്. ഇത് വിമാനയാത്രക്കാരുടെ ജീവന് തന്നെ ആപത്താകുന്ന വലിയ ഗുരുതര വീഴ്ച തന്നെയാണ് എന്ന് വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിൽ ഇവർ നേരിട്ട് തന്നെ ഈ ഒരു കുറ്റം ഏറ്റെടുത്തതോടെ കടുത്ത നടപടികൾ സ്വീകരിക്കുക എന്നതാണ് നിലപാട്. എന്തായാലും എയർ ഇന്ത്യയിലെ 3 പ്രധാന ജീവനക്കാർക്കെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. വിമാനം പറക്കാൻ ഇത്തരത്തിൽ നിയമലംഘനത്തിന് വിധേയമായിട്ടാണ് അനുവാദം നൽകിയിരുന്നത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് എയർ ഇന്ത്യക്കെതിരെ ഇങ്ങനെ ഒരു നടപടിയെടുത്തിരിക്കുന്നത്. ARMS അതായത് ഏവിയേഷൻ റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം, ഈ സിസ്റ്റത്തിൽ നിന്ന് CEO ഫ്ലൈറ്റ് ആൻഡ് ക്രൂ മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്കുള്ള മാറ്റത്തിന് ശേഷമുള്ള പരിശോധനയിലാണ് ഈ ഒരു ലംഘനങ്ങളെല്ലാം കണ്ടെത്തിയതെന്നാണ് വിവരം. കമ്പനി സ്വമേധയാ വെളിപ്പെടുത്തിയിട്ടുള്ള ഈ വിവരങ്ങൾ ജീവനക്കാരുടെ ഷെഡ്യൂളിംഗ്, പാലിക്കൽ, നിരീക്ഷണം, ആഭ്യന്തര ഉത്തരവാദിത്തം എന്നിവയിലെ വ്യവസ്ഥാപിതമായിട്ടുള്ള പിഴവുകളിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. ഇത് പ്രവർത്തനപരമായിട്ടുള്ള വീഴ്ചകൾക്ക് നേരിട്ട് ഉത്തരവാദികളായ പ്രധാന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന അച്ചടക്ക നടപടികളില്ലാത്തത് പ്രത്യേക ആശങ്കയുണ്ടാക്കുന്നു എന്ന് വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് ജൂൺ 20 ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് ഉണ്ടായത്. ചൂര സിംഗ് ഡിവിഷൻ വൈസ് പ്രസിഡന്റ് പിങ്കി മിത്തൻ, അതായത് ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ ക്രൂ ഷെഡ്യൂളിംഗ് ചീഫ് മാനേജറാണ്, അദ്ദേഹത്തിനെയും പായൽ അറോറ, അതായത് ക്രൂ ഷെഡ്യൂളിംഗ് ആൻഡ് പ്ലാനിംഗ് ഉദ്യോഗസ്ഥനെയുമാണ്. ഇങ്ങനെയുള്ള 3 പേർക്കെതിരെയാണ് ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് ഗാറ്റ്വിലക്കിലേക്ക് പുറപ്പെട്ടിരുന്ന എയർ ഇന്ത്യ വിമാനം കഴിഞ്ഞ ദിവസം ടേക്ക് ഓഫിൽ തൊട്ടു പിന്നാലെ തീ കത്തി തകർന്ന് അതിൽ യാത്ര ചെയ്തിരുന്ന എല്ലാവരും, ഒരാളൊഴികെ എല്ലാവരും മരണപ്പെട്ടൊരു സംഭവമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ നടത്തിയിട്ടുള്ള പരീക്ഷണത്തിലാണ് പരിശോധനയിലാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വലിയ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത്. അതിന്റെ ഭാഗമായിട്ടൊരു കടുത്ത നടപടി എയർ ഇന്ത്യക്കെതിരെ ഉണ്ടായിരിക്കുകയാണ് എന്നുള്ളതാണ്. അനധികൃതവും മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുമായിട്ടുള്ള ക്രൂ പെയറിങ്ങുകളാണ് ഇവർ നടത്തിയിരുന്നത്. നിർബന്ധിത ലൈസൻസിങ്, റെസൻസി മാനദണ്ഡങ്ങളുടെ ലംഘനങ്ങൾ, ഷെഡ്യൂൾ പ്രോട്ടോകോളുകളിലെയും മേൽനോട്ടത്തിലെയും പിഴവുകൾ എന്നിവ ഉൾപ്പെടെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ആവർത്തിച്ചുണ്ടായിരുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. ഇതിന്റെ ഉത്തരവാദികളിൽ പ്രധാനികളായിട്ടുള്ള 3 പേർക്കെതിരെ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ജീവനക്കാരുടെ ഷെഡ്യൂളിങ്ങും റോസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളിൽ നിന്നും 3 ഉദ്യോഗസ്ഥരെയും നീക്കം ചെയ്യാൻ DGCA എയർ ഇന്ത്യക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കാലതാമസമില്ലാതെ ആഭ്യന്തര അച്ചടക്ക നടപടികൾ ആരംഭിക്കണമെന്നും സൂചനയുണ്ട്. ഇത്തരം നടപടികളുടെ ഫലം ഈ കത്ത് ലഭിച്ച് 10 ദിവസങ്ങൾക്കുള്ളിൽ ഓഫീസിനെ അറിയിക്കണമെന്നും ഈ ഉത്തരവിൽ പറഞ്ഞതായിട്ടാണ് വ്യക്തമാകുന്നത്. ഷെഡ്യൂളിംഗ് രീതികളിലെ തിരുത്തൽ പരിഷ്കരണങ്ങൾ പൂർത്തിയാകുന്നതുവരെ ഉദ്യോഗസ്ഥരെ ഓപ്പറേഷണൽ അല്ലാത്ത റോളുകളിലേക്ക് മാറ്റുമെന്നും അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വിമാന സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാനവും വഹിക്കാൻ ഇവരെ അനുവദിക്കില്ല എന്നും ഇതോടൊപ്പം തന്നെ DGCA വ്യക്തമാക്കിയിട്ടുണ്ട്. ഭാവിയിൽ ക്രൂ ഷെഡ്യൂളിംഗ്
മാനദണ്ഡങ്ങൾ, ലൈസൻസിംഗ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടൈം ലിമിറ്റേഷൻസ് എന്നിവയിൽ എന്തെങ്കിലും ലംഘനം ഓഡിറ്റുകളിലോ പരിശോധനകളോ കണ്ടെത്തി കഴിഞ്ഞാൽ പിഴകൾ, ലൈസൻസ് സസ്പെൻഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ പെർമിഷനുകൾ റദ്ദാക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള കർശന നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും ഈ ഉത്തരവിൽ ഒരു താക്കീതായി നൽകിയിട്ടുണ്ട്. അതേസമയം തുടരെ വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് എയർ ഇന്ത്യ എന്ന് പറയുന്നത്. നമുക്കറിയാം, വലിയ ഒരു ദുരന്തം തന്നെയാണ് അഹമ്മദാബാദിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്. ഈ ഒരു അഹമ്മദാബാദിൽ നിന്നുണ്ടായിട്ടുള്ള വിമാന അപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ എയർ ഇന്ത്യ വിമാന ടിക്കറ്റ് ബുക്കിങ്ങിൽ വലിയ ഒരു നിരക്ക് തന്നെ കുറഞ്ഞിരുന്നു. 20% കുറവ് രേഖപ്പെടുത്തിയെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ട്. ടിക്കറ്റ് നിരക്കിൽ 8 മുതൽ 15% വരെയുള്ള കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ടൂർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രവി ഗോസൈൻ വ്യക്തമാക്കിയിരുന്നത്. ടാറ്റയുടെ കീഴിലുള്ള എയർ ഇന്ത്യ ബോയിങ് 787-8 ഡ്രീം ലൈനർ വിമാനമാണ് ജൂൺ 12 അഹമ്മദാബാദിൽ തകർന്നു വീണത്. ആ ഒരു അപകടത്തിൽ യാത്രക്കാരായിരുന്ന 241 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. 29 അല്ലാത്ത ആ അപകടമുണ്ടായ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളും മരണപ്പെട്ടിട്ടുണ്ട്. ഇതിനുശേഷം വിദേശ ടിക്കറ്റ് ബുക്കിംഗിൽ 18 മുതൽ 22% വരെ, ആഭ്യന്തര യാത്രകളിൽ 10 മുതൽ 12% വരെയുള്ള ഇടിവാണ് എയർ ഇന്ത്യ നേരിടേണ്ടി വന്നതെന്നാണ് റിപ്പോർട്ട്. അന്താരാഷ്ട്ര യാത്രാ ടിക്കറ്റുകളുടെ നിരക്കിൽ 10 മുതൽ 15% വരെ കുറവുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വിമാനാപകടത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ടാറ്റ ഗ്രൂപ്പ് ആദരമർപ്പിച്ച് അവർക്ക് വേണ്ടുന്ന ധനസഹായം നൽകുമെന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. വെള്ളിയാഴ്ച കമ്പനിയുടെ 80ാം വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ 1 മിനിറ്റ് ഈ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു മൗനം ആചരിക്കലും ഒക്കെ നടന്നിരുന്നു. ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ അനുശോചന പ്രമേയമൊക്കെ അവതരിപ്പിച്ചു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഈ ഒരു എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിരവധി സർവീസുകൾ എയർ ഇന്ത്യ നിർത്തലാക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഏകദേശം എയർ ഇന്ത്യൻ കമ്പനിയുടെ ഒരു 15%-ലധികം സർവീസുകൾ തന്നെ അപകടം ഒഴിവാക്കാൻ വേണ്ടി യാത്ര തിരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള പരിശോധനയിൽ വലിയ അപാകതകൾ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ റദ്ദാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തുവരുന്നത്. എയർ ഇന്ത്യയിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ്. സാങ്കേതിക കാരണങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങളാണ് എയർ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് 9ഓളം എയർ ഇന്ത്യ വിമാന സർവീസുകൾ ഈ ഒരു അപകടത്തിന് ശേഷം തന്നെ റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ദുബായ്, ചെന്നൈ, ഡൽഹി, മെൽബൺ ഡൽഹി, ദുബായ് ഹൈദരാബാദ്, പൂനെ ഡൽഹി, അഹമ്മദാബാദ് ഡൽഹി, ഹൈദരാബാദ് മുംബൈ, ചെന്നൈ മുംബൈ, ഡൽഹി പൂനെ എന്നീ വിമാനങ്ങളൊക്കെയാണ് ഇത്തരത്തിൽ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് ശേഷം റദ്ദാക്കിയിട്ടുള്ള സർവീസുകൾ.